സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്തുമെന്ന് സർക്കാർ ആവർത്തിച്ച് വ്യക്തമാക്കുമ്പോഴാണ് പട്ടാപ്പകൽ വിദ്യാർത്ഥിനികൾക്ക് നേരെ അതിക്രമം നടന്നത് എന്നത് ഞെട്ടിക്കുന്ന വസ്തുതയാണ്. രാമനാട്ടുകര വിദ്യാഭവൻ പൾസാർ ലോ അക്കാദമി വിദ്യാർത്ഥിനികൾക്ക് നേരെയാണ് കഴിഞ്ഞ ദിവസം മദ്യലഹരിയിലായിരുന്ന അജ്ഞാതൻ പരാക്രമം നടത്തിയത്. കോളേജ് ബസ് ഡ്രൈവർ ഇയാളെ ചെറുക്കാൻ ശ്രമിച്ചെങ്കിലും മണിക്കൂറുകളോളം വിദ്യാർത്ഥിനികളെ ശല്യം ചെയ്തു. എതിർക്കാൻ ശ്രമിച്ച വിദ്യാർത്ഥിനിയെ മർദ്ദിക്കുന്നത് ബസ്സിലുണ്ടായിരുന്ന വിദ്യാർത്ഥിനികൾ പകർത്തിയ ദൃശ്യങ്ങളിൽ കാണാം. ഇത് സംബന്ധിച്ച് പെൺകുട്ടികൾ ദൃശ്യം സഹിതം നല്ലളം പോലീസിൽ പരാതി നൽകിയെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ല. ഇവർക്ക് നേരെ അതിക്രമം നടത്തിയ ആൾക്ക് ഉന്നത പോലീസ് ബന്ധമുള്ളതായും ഇവർ ആരോപിക്കുന്നു. പിന്നീട് ഞങ്ങൾ സ്റ്റേഷനിലേക്ക് പോയപ്പോഴും പരാതി കൊടുത്തപ്പോഴും എല്ലാവരും ഒരു അനാസ്ഥയാണ് കാണിച്ചത്. കാരണം എന്താ വെച്ചാൽ അയാൾക്ക് മാനസിക വിഭ്രാന്തി ഉണ്ട്, അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു അവസ്ഥയാണ് ഞങ്ങൾ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നത്. നവമാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത വീഡിയോ ഇതിനകം 50 ലക്ഷത്തിലേറെ പേരാണ് കണ്ടത്. ഇതോടെയാണ് സംഭവം ചർച്ചാ വിഷയമായത്. പോലീസ് നടപടി സ്വീകരിക്കാത്ത സാഹചര്യത്തിൽ വനിതാ കമ്മീഷന് പരാതി നൽകാനുള്ള തീരുമാനത്തിലാണ് വിദ്യാർത്ഥിനികൾ. സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരെ പോലീസ് സ്വീകരിക്കുന്ന നടപടികളുടെ ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ സംഭവം. ക്യാമറമാൻ വിനീഷ് ഒളവണ്ണയ്ക്കും മുഹമ്മദ് അസറിനുമൊപ്പം ലിനിഷ പി കെ, റിപ്പോർട്ടർ, കോഴിക്കോട്.